അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കൊല്ലം മുന്നിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരണം. ഇക്കാക്ക് 7 ദിവസം ലീവ് ഉണ്ടായിരുന്നു. പെരുന്നാളുടെ ആ ഒരു ടൈമിൽ 7 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നേപ്പാൾ വഴി കേട്ടോ നാട്ടിൽ പോകുന്നത്. അപ്പോൾ നേപ്പാൾ ഒരു 3 ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷമാണ് നാട്ടിൽ പോകുന്നത്. അങ്ങനെ രാത്രിയായപ്പോൾ നേപ്പാളൊക്കെ എത്തിയിട്ടോ. അതിന് ശേഷം ഒന്ന് ഉറങ്ങിയതിന് ശേഷം പിറ്റേത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ അവിടെ അധികം ടെമ്പിൾസാണ് ഉള്ളത് കേട്ടോ. എല്ലാ ഭാഗത്തും ടെമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അവിടെയുള്ള എല്ലാ ടെമ്പിൾസും ഒന്ന് ജസ്റ്റ് പുറത്തുനിന്നൊക്കെ നോക്കി എല്ലാം ഒന്ന് നോക്കി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു പട്ടി ഷോ ഇറക്കുന്നുണ്ട്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു ടെമ്പിളൊക്കെ കണ്ടതിന് ശേഷം ഇത് വേറൊരു ടെമ്പിളാണ് കേട്ടോ. അവിടെയും ജസ്റ്റ് അവിടുത്തെയും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അവിടെ കൂടുതൽ യെല്ലോ റെഡ് ആയിട്ട് എല്ലാ ഗേൾസും ഇടുന്നത്. പിന്നെ ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ മരിച്ച ആൾക്കാരിനെയൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. അത് കാണാനാണ് ഇത്രയും ജനങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഒരു റിസോർട്ടിൽ കാണട്ടോ. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ടാട്ടോ പോകുന്നത്. ചന്ദ്രഗിരി റിസോർട്ടിൽ കാണട്ടോ പോകുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നേപ്പാൾ ട്രിപ്പ് മുതലായത് ഈ ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യുന്ന ആ ഒരു ട്രിപ്പിലൂടെ കേട്ടോ. കാരണം കേബിൾ കാർ വഴിയാണ് ഈ റിസോർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഏറ്റവും താഴ്ന്ന ഏറ്റവും ഹിൽസ് ഏറ്റവും മേലെയാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ അത്രയും ഒരു 15 മിനിറ്റോളം ഈ കേബിൾ കാർ വഴിയാണ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല രസമാട്ടോ. കാരണം എല്ലാവരും നമ്മൾ ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഫുൾ വ്യൂ വന്നിട്ട് പച്ചപ്പും ബിൽഡിങ്സും മേലേക്ക് പോകുന്തോറും ഭയങ്കര മഞ്ഞൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റിസോർട്ടിലെത്തിയപ്പോഴും അടിപൊളി വ്യൂ ആയിരുന്നു. എല്ലാ റിസോർട്ടൊക്കെ എല്ലാം ചുറ്റി കണ്ട് അവിടെ ക്ലൈമറ്റ് മൊത്തം മാറിയിട്ടോ. നല്ല തണുപ്പും കോടയും നല്ല മഞ്ഞും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം റിസോർട്ടൊക്കെ എല്ലാം ഒന്ന് നടന്ന് എല്ലാം ഒന്ന് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ അതിനേക്കാൾ ഭംഗിയുണ്ട്. പിന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. റൂംസൊക്കെ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡ് അവിടെ ബൊഫേ ടൈപ്പായിരുന്നു, നമുക്ക് ബൊഫേ ആയിരുന്നു. അപ്പോൾ എല്ലാ ഫുഡൊക്കെ തുറന്ന് എല്ലാം നോക്കി. കുറേ അവിടുത്തെ സ്പെഷ്യൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ഭക്ഷണമൊന്നും ആ ടൈമിൽ എല്ലാം ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് ഓരോ ഭാഗത്തെ ഫുഡ് ചിലവർക്ക് പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലത്തേക്ക് 2-3 ഐറ്റം ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. കേക്ക് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സ്നാക്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കേക്ക് ഐറ്റംസ്, പുഡിങ്, പായസം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് കേക്ക് ഐറ്റംസൊക്കെ ടേസ്റ്റൊക്കെ നോക്കി ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അതിന് ശേഷം രാത്രി നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിൽ കൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ. നേരിട്ട് കാണുന്ന വ്യൂ എന്ന് പറയുമ്പോൾ ഇതൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ വാവുന്നാവുന്നു. കാരണം നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ എണീച്ച് കുട്ടികൾ സ്വിമ്മിങ് പൂളിലൊക്കെ കളിച്ച് രാവിലെയാണ് ഫുൾ മഞ്ഞാട്ടോ. അവിടെ നിന്നുള്ള ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നില്ല. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷനും ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ സോക്ക് അന്ന് അധികം ഒരു 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ മോനിങ്ങനെ വെച്ചിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതിൽ കുറച്ചിങ്ങനെ ചൂട് വെള്ളമായിട്ടാണ് വരുന്നത്. ഫൈസ് പിന്നെ അടിച്ച് പൊളിക്കുന്നുണ്ട്. അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഇത് വലുതാണ്ട് കുറച്ച് അങ്ങോട്ട് പോകുന്തോറും നല്ല ഇറക്കമുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ മാത്രം നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്ത് അടിപൊളി. അവിടെ ഫുള്ള് മഞ്ഞാട്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര മഞ്ഞാണ്. നല്ല രസമായിരുന്നു. അതിന് ശേഷം പിന്നെ കുട്ടികളിനെയൊക്കെ കുളിപ്പിച്ച് കയറ്റി അതിന് ശേഷം അവർ കുറച്ചൊക്കെ കളിക്കാനും അങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.